മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന് വഖഫ് സംരക്ഷണ സമിതി പറഞ്ഞു. കയ്യേറ്റത്തെ ന്യായീകരിക്കരുതെന്നും സമിതി ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി നീതിപൂർവം വഴിയൊരുക്കണമെന്ന് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. മുനമ്പം എസ്റ്റേറ്റ് സർവേ ചെയ്ത് സമഗ്രാന്വേഷണം നടത്തണമെന്നും യഥാർത്ഥ കുടികിടപ്പുകാരെ കണ്ടെത്തണമെന്നും സമിതി ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലം പറഞ്ഞാൽ അതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിനും വർഗീയ പ്രചരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് അവരുടേതായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഇത് നിയമപരമായിട്ട് മാത്രം പോകേണ്ട വിഷയമാണ്. വഖഫ് ഭൂമിയാണ് അത് എന്നുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അടുത്താണ് ഇപ്പോഴത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാര് അനവസരത്തിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുകയും അത് പോലും സുപ്രീം കോടതിയുടെ ശാസനയ്ക്ക് വിധേയമാവുകയും ആ വിധി അത് സ്റ്റേ ചെയ്യുകയും ഇത് നിലവിൽ വഖഫ് ഭൂമിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോ ഈ സംഗതി നടക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള പ്രചരണങ്ങളിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഒപ്പീൽ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് പുതിയ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം നിർബന്ധം ആയ സംഗതി. അതിന്റെ ഡേറ്റ് കുറെ മുമ്പ് തീർന്നു പോയതാണ്. പിന്നെ അത് സുപ്രീം കോടതിയിൽ പോയിട്ട് നീട്ടി നൽകിയതാണ് കഴിഞ്ഞ മെയ് 17 ലാസ്റ്റ് ഡേറ്റ്. മെയ് 17 എല്ലാ വഖഫ് സ്വത്തുക്കളും അതിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കർശന നിർബന്ധമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഏത് ഗവൺമെന്റിന്റെ കാലത്ത് നിശ്ചയിച്ച വഖഫ് ബോർഡ് ചെയ്തു അല്ലെന്നുള്ളതൊക്കെ അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ഇതാണ് അതിന്റെ സ്ഥിതി. അതായത് വഖഫ് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമപ്രകാരം എല്ലാ വഖഫ് ഭൂമികളും അതിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള നിബന്ധന അടിസ്ഥാനത്തിൽ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് സുപ്രീം കോടതി നൽകിയ ഡേറ്റ് 17 മുമ്പ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. 16 അപ്ലോഡ് ചെയ്ത് 17 ലാസ്റ്റ് ഡേറ്റ്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ആകത്തുക ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇതിന് വേറെ രീതിയിലൂടെ പിന്നെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതൊന്നും അംഗീകരിക്കാൻ പാടില്ല നിലവിലെ സർക്കാർ എന്നാണ് പറയാം. നിലവിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. പക്ഷെ ഇപ്പൊ അദ്ദേഹം സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല ഇത് സുപ്രീം കോടതിയുടെ വിധിയാണ് ഇപ്പൊ ഇതിൽ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ നിലവിലുള്ളത് ആ ബോർഡ്. പിന്നെ ഒരു ഘട്ടത്തിൽ പോലും അതിലെ കുടികടപ്പുകാർ അതിലുണ്ട്, കയ്യേറ്റക്കാർ. കാരണം ഞാന് നാഷണൽ ലീഗിന്റെ നേതാവായിരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ഒക്കെ ബോധ്യപ്പെട്ട് നമ്മൾ മുൻകൂട്ടി ചില പത്രസമ്മേളനം നടത്തിയ ആൾക്കാർ. അവിടെ വൻകിട ഹോട്ടലുകളുണ്ട്, പല സ്ഥാപനങ്ങളും 5 സെന്റ് 10 സെന്റ് രജിസ്റ്റർ ചെയ്തിട്ട് 1 ഏക്കർ 2 ഏക്കർ പാച്ചു കെട്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സംഗതികളാണ്. അപ്പോ ഇത് മൊത്തത്തിൽ അത് ഈ അവിടുത്തെ പൈസ കൊടുത്ത് വാങ്ങിയവർ എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിൽ നിർത്തിയിട്ടുള്ള മാഫിയകളുടെ കയ്യേറ്റക്കാരുടെ കളിയാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. ബോധ്യപ്പെട്ട ആൾക്കാരാണ്, അല്ലാതെ വെറുതെ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവരെ മുന്നിൽ നിർത്തിയിട്ടാണ് കളികളുള്ളത്. അപ്പൊ ഇതിന്റെ പരിഹാരം എന്തെന്നുള്ളതൊക്കെ സർക്കാർ തീരുമാനിക്കേണ്ട കാര്യം. KP ഇസ്മായിൽ, അബ്ദുൽ ഖാദർ കാരന്തൂർ, K ആലിക്കോയ, TP അബ്ദുൽ മജീദ്, K ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇറ്റ്സ് ഡയമണ്ട് ടൈം നൗ. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് ക്യാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.